how do I make a conference call on an Android phone? അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ കോൺഫറൻസ് കോൾ നടത്താം എന്നുള്ളതാണ്. നോക്കാം. സ്റ്റെപ്പ് 1. Call up the first person you want to include in your conference. ആദ്യത്തെ സ്റ്റെപ്പ് എന്നാൽ നിങ്ങളുടെ കോൺഫറൻസിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആദ്യ വ്യക്തിയെ വിളിക്കുക എന്നുള്ളതാണ്. നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ഫോൺ കോൾ with one of the participants. Either place a call to the first person that you want to include in the conference call or accept a call from them. അതായത് പങ്കെടുക്കുന്നവരിൽ ഒരാളുമായി ഒരു ഫോൺ കോൾ ആരംഭിക്കുക. ഒന്നുകിൽ നിങ്ങൾ കോൺഫറൻസ് കോളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആദ്യ വ്യക്തിക്ക് ഒരു കോൾ ചെയ്യുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു കോൾ സ്വീകരിക്കുക. അപ്പോൾ ആരെയാണോ നമ്മൾക്ക് ആദ്യം വിളിക്കേണ്ടത് അവരെ കോൾ ചെയ്യുക. Then step 2. Once the call connects, tap the add call button. കോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചേർക്കുക എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക. Then രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടാപ്പ് ആഡ് കോൾ. ഇതാണ് ആഡ് കോൾ എന്ന ബട്ടൺ. Once your call has connected, tap the add call button. ഈ ആഡ് കോൾ ബട്ടൺ ടാപ്പ് ചെയ്യുക. Note that this will automatically mute your phone's microphone. അതായത് ഈ കോൾ ചേർക്കുക അല്ലെങ്കിൽ ആഡ് കോൾ എന്ന ആ ഒരു ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടൺ, ഈ ആഡ് കോൾ ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ മൈക്രോഫോൺ സ്വയമേവ നിശബ്ദമാക്കുമെന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു കോൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോൺ മ്യൂട്ട് ആകും എന്നുള്ളതാണ്. ഈ ഒരു ആഡ് കോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫോൺ മ്യൂട്ട് ആകും, നിശബ്ദമാകും. മറ്റേ ആ ഒരു റിസീവ് ചെയ്ത ആൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആഡ് കോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് മ്യൂട്ട് ആവുന്നത്. Then find the next person you wish to add to your call and select their contact number. Then അടുത്തെന്ന് പറഞ്ഞാൽ കോൾ another participant, അതായത് അടുത്ത ആളിന്റെ കോണ്ടാക്ട് നമ്പർ സെലക്ട് ചെയ്യുക. You will be brought back to the main screen of your phone app. From here, place a call to other person whom you want to include in the conference call. അപ്പോൾ നിങ്ങളുടെ ആ പ്രധാന സ്ക്രീനിലേക്ക് നിങ്ങൾ തിരിച്ചു വരും ആ ഒരു ആഡ് കോൾ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിയെ കോൾ ചെയ്യാം. നാലാമത്തെയാണ് ടാപ്പ് ദ മെർജ് ബട്ടൺ. അപ്പോൾ ആ മെർജ് ബട്ടൺ എന്നുള്ളത് പ്രസ് ചെയ്യുക. നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, മെർജ് ആൻഡ് സ്വാപ്പ് ഉണ്ട്. അപ്പോൾ സ്വാപ്പ് ബിറ്റ്വീൻ കാളേഴ്സ് ഓർ മെർജ് ദ കാൾസ് ഇൻ ടു കോൺഫറൻസ് കോൾ. സ്വാപ്പ് എന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. യു വിൽ നൗ ബി ഇൻ എൻ ആക്റ്റീവ് കോൾ വിത്ത് എ ന്യൂ പേഴ്സൺ. ആ ന്യൂ പേഴ്സണുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കോൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ആൻഡ് യുവർ പ്രീവിയസ് കോൾ വിൽ ഓട്ടോമാറ്റിക്കലി ബി പുട്ട് ഓൺ ഹോൾഡ്. അപ്പോൾ ആദ്യം നമ്മൾ വിളിച്ച വ്യക്തിക്ക് മ്യൂട്ടായിരിക്കും. രണ്ടാമത് വിളിച്ച ആളിനോടാണ് കോൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഇഫ് യു വോണ്ട് ടു ടോക്ക് ടു അതർ പേഴ്സൺ പ്രൈവറ്റ്ലി അഗെയിൻ, അപ്പോൾ നമ്മൾ ആദ്യം വിളിച്ച ആളിനോടാണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കേണ്ടതെങ്കിൽ ടാപ്പ് ദ സ്വാപ്പ് ബട്ടൺ ടു റെസ്യൂം യുവർ കോൾ വിത്ത് ദം. സ്വാപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക ആൻഡ് പുട്ട് ദ കറന്റ് കോളർ ഓൺ ഹോൾഡ്. അപ്പോൾ നമ്മൾ ആദ്യം വിളിച്ച വ്യക്തിയുമായിട്ട് സംസാരിക്കണമെങ്കിൽ ആ സ്വാപ്പ് ബട്ടൺ ടാപ്പ് ചെയ്യുക. അപ്പോൾ രണ്ടാമത് വിളിച്ച ആൾക്ക് മ്യൂട്ടായിരിക്കും കോൾ. ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു എവരി വൺ യു ഹാവ് കോൾഡ് അറ്റ് ദ സെയിം ടൈം ഇൻസ്റ്റഡ് ടാപ്പ് ദി മെർജ് ബട്ടൺ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയായിട്ട് സംസാരിക്കണമെങ്കിൽ സ്വാപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ എല്ലാവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ മെർജ് ബട്ടൺ പ്രസ് ചെയ്യുക. ആഡ് മോർ കോളേഴ്സ് ഓർ മാനേജ് ദി കറന്റ് വൺ. അതായത് കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ദ കോളർ ഇൻഫർമേഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്ക്രീൻ ഷുഡ് സ്വിച്ച് ടു സി കോൺഫറൻസ് കോൾ. അപ്പോൾ ഇങ്ങനെ കോൺഫറൻസ് കോൾ ആണെന്ന് കിട്ടും. ഇഫ് യു വോണ്ട് ടു ആഡ് അനദർ പേഴ്സൺ ടു ദ കോൾ, സിംപ്ലി ടാപ്പ് ദ ആഡ് കോൾ ബട്ടൺ അഗെയിൻ ആൻഡ് റിപ്പീറ്റ് സ്റ്റെപ്സ് 3 and 4. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേറെ ഒരു ആളിനെ കൂടി ആ കോളിൽ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആഡ് കോൾ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. Then you can also tap the manage button to take actions
വിത്ത് ദ ഇൻഡിവിജ്വൽ പീപ്പിൾ ഇൻ ദ കൺവെർസേഷൻ. അപ്പോൾ അത് ഓരോ വ്യക്തികളുമായിട്ട് സംസാരിക്കണമെങ്കിൽ മാനേജ് ബട്ടൺ പ്രസ് ചെയ്യുക. കോളർമാർക്കിടയിൽ സ്വാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോളുകളെ ഒരു കോൺഫറൻസ് കോളിലേക്ക് ലയിപ്പിക്കുക. എന്നാൽ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു, പുതിയ വ്യക്തിയുമായിട്ടായിരിക്കും നിങ്ങളുടെ കോൾ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പത്തെ കോൾ ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ആളുമായി വീണ്ടും സംസാരിക്കണമെങ്കിൽ ആ ഒരു സ്വാപ്പ് ബട്ടൺ ടാപ്പ് ചെയ്യുക. അപ്പോൾ രണ്ടാമത് വിളിച്ച ആളിൻ്റെ കോളർ അത് ഹോൾഡ് ചെയ്യപ്പെടും. എല്ലാവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ ആ ഒരു മെർജ് ബട്ടൺ ടാപ്പ് ചെയ്യുക. കൂടുതൽ കോളർമാരെ ചേർക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ആഡ് കോൾ ബട്ടൺ ടാപ്പ് ചെയ്യുക. 3-4 ഘട്ടങ്ങളൊക്കെ ആവർത്തിക്കുക. ദെൻ നിലവിലുള്ളവരെ നിയന്ത്രിക്കണം. അതുപോലെ സംഭാഷണത്തിലെ വ്യക്തിഗത ആളുകളുമായി സംസാരിക്കണമെങ്കിലൊക്കെ മാനേജ് ബട്ടണിൽ ടാപ്പ് ചെയ്യാം. ദെൻ ഡ്രോപ്പ് എ കോളർ ഇഫ് യു വാണ്ട്. അതായത് ഒരു കോളറിനെ നമുക്കിപ്പോൾ മാറ്റണമെങ്കിൽ ഓൺ ദ കോൺഫറൻസ് കോൾ മാനേജ്മെന്റ് സ്ക്രീൻ യു ക്യാൻ സി ദ നെയിംസ് ആൻഡ് നമ്പേഴ്സ് ഓഫ് ഓൾ ദ കറന്റ് പാർട്ടിസിപ്പൻസ് ഇൻ ദ കോൾ. ആ ഒരു കോളിൽ നിലവിലുള്ള എല്ലാവരുടെയും പേരുകളും നമ്പറുകളും കാണാൻ കഴിയും. അപ്പോൾ അവിടെ if you want to remove someone from the conference call but still keep them on the line so that you can talk to them privately, tap the unmerge button beside their name. അപ്പോൾ അവിടെ ഒരു കോൺഫറൻസ് കോളിൽ നിന്ന് ആരെങ്കിലും നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിലോ അവരോട് സ്വകാര്യമായിട്ട് സംസാരിക്കാൻ അവരെ ലൈനിൽ തുടരുക. അതുപോലെ അവരുടെ ആ ഒരു പേരിന് സമീപമുള്ള മെർജ് ബട്ടൺ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അവരോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ സാധിക്കും. ഇഫ് യു വാണ്ട് ടു കിക്ക് സമൺ ഔട്ട് ഓഫ് ദ കോൺഫറൻസ് കോൾ, ടാപ്പ് ദ ഡിസ്കണക്ട് ബട്ടൺ ബിസൈഡ് ദെയർ നെയിം. ആരെങ്കിലും ആ കോൺഫറൻസ് കോളിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒരു എൻഡ് ബട്ടൺ കൊടുക്കുക. ആ ഒരു ഫോൺ എൻഡ് ചെയ്യുന്ന ആ ഒരു ബട്ടൺ. ഇത് ഇപ്പോൾ ഈ വ്യക്തിയെ കോളിൽ നിന്ന് പുറത്താക്കാനാണെങ്കിൽ ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യുക, പ്രസ് ചെയ്യുക. പ്രസ് ദ എൻഡ് കോൾ ബട്ടൺ ടു ഹാങ് അപ്പ് വൺസ് ദ കോൾ ഈസ് ഓവർ. അതായത് ആ ഒരു കോൾ കഴിയുമ്പോൾ എൻഡ് കോൾ ബട്ടൺ പ്രസ് ചെയ്യണം. ടു ഡിസ്കണക്ട് യുവർസെൽഫ് ഫ്രം ദ കോൺഫറൻസ് കോൾ, ടാപ്പ് ദ റെഡ് എൻഡ് കോൾ ബട്ടൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ. അതായത് ആ ഒരു കോൾ അവസാനിച്ചു കഴിഞ്ഞാൽ എൻഡ് കോൾ ബട്ടൺ അമർത്തുക. കോൺഫറൻസ് കോളിൽ നിന്നും നമ്മൾ സ്വയം പോകുന്നതിനാണ് ഈ സ്ക്രീനിന്റെ താഴെയുള്ള ആ ചുവന്ന എൻഡ് കോൾ ബട്ടണിൽ പ്രസ് ചെയ്യുന്നത്. Note that this will not terminate the whole conference call. The other participants can still talk to each other until they hang up. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ എൻഡ് ബട്ടൺ പ്രസ് ചെയ്താലും എല്ലാ കോൺഫറൻസ് കോളും അവസാനിപ്പിക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആ കോൺഫറൻസ് കോളിൽ നിന്ന് മാറും എന്നല്ലാതെ മറ്റു ആൾക്കാർക്ക് അതിൽ അവർ എൻഡ് ചെയ്യുന്നത് വരെ പരസ്പരം സംസാരിക്കാനാകും. അപ്പോൾ കോൺഫറൻസ് കോളിൽ നിന്ന് നമ്മൾ എൻഡ് ചെയ്താലും നമ്മൾ ഈ കോൺഫറൻസ് കോൾ അവസാനിപ്പിച്ചാലും മറ്റുള്ളവർക്ക് ആ ഒരു കോളിലൂടെ പരസ്പരം സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഒരു കോൺഫറൻസ് കോൾ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നടത്താൻ സാധിക്കുന്നത്.